എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന സംഖ്യകൾ കണ്ടോ, 3, 4/5, 2, 1/3 ഇങ്ങനെയുള്ള സംഖ്യകളെ പറയുന്ന പേരെന്താണ്? മിശ്ര ഭിന്നങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ, മിക്സഡ് ഫ്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മിശ്ര ഭിന്നങ്ങൾ എന്താണ്, ഒരു സാധാരണ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കാം, ഒരു മിശ്ര ഭിന്നം തന്നാൽ എങ്ങനെ സാധാരണ ഭിന്നസംഖ്യയുടെ രൂപത്തിൽ എഴുതാം, അതുപോലെ തന്നെ മിശ്ര ഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഗുണിക്കുന്നതും ഹരിക്കുന്നതും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കുറേ അധികം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ചാനലിൽ കുറേ അധികം അല്ലെ PSCയുടെയും അല്ലാത്ത വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്താണ് എല്ലാ വീഡിയോസും കൂടെ എന്നുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുവാണ്, നമ്മുടെ ചാനലിൽ നമ്മൾ 2 വീഡിയോസാണ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. വൈകിട്ട് 7 മണിക്കും അതുപോലെ തന്നെ രാത്രി 9 മണിക്കും അങ്ങനെ 2 വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ 7 മണിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റുഡൻസിനെയും കുട്ടികളെ പഠിപ്പിക്കുന്ന അമ്മമാരെ ആയാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഇംഗ്ലീഷ്, മാത്സ്, ഹിന്ദി അങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള അറിവുകളും അതുപോലെ തന്നെ കുറേയധികം ട്രിക്സും ടിപ്സും എല്ലാം പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോസാണ് നമ്മൾ 7 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നത്. 9 മണിക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് PSC പഠിക്കുന്നവരെ മാത്രമാണ്. ഓക്കെ, PSCക്കാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് നമ്മൾ 9 മണിക്ക് നൽകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് വന്നവർക്ക് ചില കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 വീഡിയോസ് നമ്മൾ ഈ തരത്തിലാണ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാനായിട്ട് പറ്റും. നമ്മൾ മാത്സ് ട്രിക്സ്, ഇംഗ്ലീഷ് ടിപ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് 7 മണിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അല്ലാതെ PSCക്ക് വേണ്ടിയിട്ട് LDC മെയിൻസ്, LGS മെയിൻസ്, ഡിഗ്രി ലെവൽ പ്രിലിംസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മൾ പറയും മിശ്ര ഭിന്നമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മിശ്ര ഭിന്നം തന്നാൽ അതിനെ എങ്ങനെ ഒരു സാധാരണ ഭിന്നമാക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, മിശ്ര ഭിന്നം എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെയുള്ള സംഖ്യകൾ അല്ലേ, 2, 1/3, 3, 6/7, 3, 4/5. അതായത് ഒരു പൂർണ്ണസംഖ്യയും ഒരു ഭിന്നസംഖ്യയും കൂടെ ചേർന്ന് വരുന്ന ഇതിനെയാണ് നമ്മൾ മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിശ്ര ഭിന്നത്തെ നമ്മൾ സാധാരണ ഭിന്നമാക്കി എഴുതുന്ന രീതിയാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 3നെ 2 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 3 × 2 ചെയ്യുക, +1 ചെയ്യുക. ഓക്കെ, 3നെ 2 കൊണ്ട് ഗുണിക്കുക, +1 ചെയ്യുക. ചെയ്യാലോ? 3 × 2 +1 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ഇവിടെ 3 അല്ലേ കിടക്കുന്നത്, ആ 3നെ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 3 × 2 6, 6 + 1 7 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 7/3 ആണ്. ഓക്കെ, അപ്പോൾ 2, 1/3 എന്ന മിശ്ര ഭിന്നത്തെ നമ്മൾ സാധാരണ ഭിന്നമാക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? 7/3 എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് നോക്കാം. ഇതുപോലെ തന്നെയാണ് ചെയ്യുക. 3, 6/7 എങ്ങനെ ചെയ്യണം? 7നെ 3 കൊണ്ട് ഗുണിക്കണം. 7, 3 എത്രയാണ്? 21. പ്ലസ് എന്ത് ചെയ്യണം? 6 ചെയ്യണം. 21 + 6 ഡിവൈഡഡ് ബൈ 7 താഴെയുണ്ട്, അതുപോലെ എടുത്തെഴുതാം. അപ്പോൾ 21ഉം 6ഉം കൂടെ കൂട്ടി എത്രയാണ്? 27. 27/7 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മളതെന്താണ്, നമുക്കത് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. 3, 4/5 ഇത് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാലോ. എങ്ങനെയാണ്? എന്ത് ചെയ്യണം? 5നെ 3 കൊണ്ട് ഗുണിക്കണം. 5, 3 എത്രയാണ്? 15. എന്നിട്ട് എന്ത് ചെയ്യണം? 4 കൊണ്ട് കൂട്ടണം. അപ്പോൾ 5, 3 15. 15 + 4 എത്രയാണ്? 19 ഡിവൈഡഡ് ബൈ 5 അതുപോലെ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു മിശ്ര ഭിന്നം തന്നു കഴിഞ്ഞാൽ സാധാരണ ഭിന്നമാക്കാൻ എന്ത് ചെയ്താൽ മതി? താഴെ കിടക്കുന്ന നമ്പറിനെ ഇതുകൊണ്ട് ഗുണിക്കുക, പ്ലസ് മുകളിലെ നമ്പർ ഡിവൈഡഡ് ബൈ താഴത്തെ നമ്പർ അതുപോലെ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു മിശ്ര ഭിന്നം തന്നാൽ എങ്ങനെയാണ് ഒരു സാധാരണ ഭിന്നമാക്കി മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഒരു സാധാരണ ഭിന്നത്തെ എങ്ങനെ മിശ്ര ഭിന്നമാക്കി മാറ്റാം എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, സാധാരണ ഭിന്നസംഖ്യ എഴുതിയിട്ടുണ്ട്. 16/3, 19/4, 22/5. ഇതിനെ എന്താക്കി മാറ്റണം? മിശ്ര ഭിന്നം, മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 16/3 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം 16
ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം അല്ലേ, നമ്മൾ സാധാരണ രീതിയിൽ ഹരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ എഴുതാം. ഇതുപോലെ ചെയ്യാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 16/3 എന്നുള്ളത് നമ്മൾ എഴുതി. ഇനി എന്ത് ചെയ്യണം, ഇതിനെ ഹരിക്കണം അല്ലേ. 1 3 3, 2 3 6, 3 3 9, 4 3 12, 5 3 15, 6 3 ആകുമ്പോഴത്തേന് എന്താവും, 18 ആവും. അപ്പം നമുക്ക് 5 എടുക്കാം. 5 3 15, 6ൽ നിന്ന് 5 പോയാൽ 1. ശിഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുക. ഓക്കെ, നമുക്കത് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണ്, നമ്മൾ മിശ്ര ഭിന്നമാക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ശിഷ്ടം വരുമ്പോൾ നിർത്തുക. ഇനി നമ്മൾ എന്താണ് ഈ 3 സംഖ്യകളുണ്ട്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മിശ്ര ഭിന്നമാക്കി എഴുതേണ്ടത്. പക്ഷെ അതൊക്കെ എവിടെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ്, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്, 5 ആണ് അല്ലേ. ഹരിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ മുകളിലല്ലേ കിടക്കുന്നത്, ആൻസർ 5 ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം കിട്ടിയാൽ നമ്മൾ ആൻസർ ആണല്ലോ ആദ്യം എഴുതുക. അപ്പോൾ ആൻസർ എഴുതുക, 5 കിട്ടിയ ആൻസർ 5 എഴുതി. ഇനി ഇവിടെ താഴെ കിടക്കുന്നത് എന്താണ്, 3 അല്ലേ. ആ 3നെ അതുപോലെ തന്നെ താഴെ എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ 5 എഴുതി 3 എഴുതി. ബാലൻസ് എന്താ ഉള്ളത്, 1 ആണ്. ആ ബാലൻസ് 1നെ മുകളിൽ എഴുതി, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ എന്താണ്, മിക്സഡ് ഫ്രാക്ഷൻ, ഓക്കെ, മിശ്ര ഭിന്നമാക്കി മാറ്റുന്നതെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ 5 1/3 എന്നുള്ളതാണ് 16/3ൻ്റെ എന്ത്, മിശ്ര ഭിന്ന രൂപം. കിട്ടിയല്ലോ. അടുത്തത് നോക്കാം, 19/4. അപ്പോൾ 19/4 നമ്മളിങ്ങനെ എഴുതി എന്ത് ചെയ്യണം, ഹരിക്കണം. 1 4 4, 2 4 8, 3 4 12, 4 4 16, 5 4 ആകുമ്പോഴത്തേന് എന്താവും, 20 ആവും. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, 4 എടുക്കുക. 4 4 16 ആണ്. ഡിവൈഡഡ് ബൈ, സോറി കുറയ്ക്കുക, 9ൽ നിന്ന് 6 പോയാൽ 3. ശിഷ്ടം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നിർത്തി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ആൻസർ എഴുതണം അല്ലേ. എങ്ങനെയാണ് എഴുതേണ്ടത്, 19/4നെ നമ്മൾ മിശ്ര ഭിന്നമാക്കി എഴുതുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ്, 4 ആണ്. അത് മുകളിൽ എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ ഇവിടെ എത്രയാണ്, 4 ആണ്. ആ 4നെ ഇവിടെ എഴുതി. ബാലൻസ് എന്താണുള്ളത്, 3 ആണ്. ആ 3 മുകളിൽ എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആൻസറായി. ഓക്കെ, അപ്പം 4 3/4 എന്നുള്ളതാണ്. ഇനി ഇത് ശരിയാണോ എന്നുള്ളത് എങ്ങനെയാണ് നോക്കുക. ശരിയാണോ എന്ന് നോക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു മിശ്ര ഭിന്നത്തെ സാധാരണ ഭിന്നമാക്കിയിട്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന്. അത് ചെക്ക് ചെയ്താൽ പോരെ. എങ്ങനെയാണ്, 4 4 16, 16 + 3 19, ഡിവൈഡഡ് ബൈ 4 19/4, അങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നോക്കുക, 22/5. അപ്പോൾ ഇങ്ങനെ ഹരിച്ച് നോക്കാതെ തന്നെ ആൻസർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. 22/5 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 5ൻ്റെ ടേബിൾ നോക്കുക. 22ൽ എത്ര പ്രാവശ്യം പോകും എന്നുള്ളത്. 3 5 15 ആണ്. 4 5 20, 5 5 ആകുമ്പോഴേക്കും എന്താവും, 25 ആവും. അപ്പോൾ പറ്റില്ല, 4 5 20 ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 4 5 ആണ് എന്ത്, 20. അപ്പോൾ 4 ആൻസർ ആയിട്ട് വന്നു. ഓക്കെ, 4 5 20 കഴിച്ചാൽ ബാക്കി 22ൽ എത്ര ശിഷ്ടമുണ്ട്, 2 ശിഷ്ടമുണ്ട്. ശിഷ്ടം എവിടെ വരിക, മുകളിൽ. ഡിവൈഡഡ് ബൈ താഴെ 5 ഉള്ളത് അതുപോലെ എഴുതാം. അപ്പോൾ 4 2/5 എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സൈഡിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. 5ൽ 22ൽ എത്ര പ്രാവശ്യം 5 പോകും, 4 പ്രാവശ്യം പോകും. അപ്പോൾ 4 ആൻസർ കിട്ടി. 5 ഡിവിഷൻ, നമ്മൾ ഡിവൈഡഡ് ബൈ താഴെ എന്താണോ അത് അതുപോലെ എഴുതി. ഇവിടെ 20 കഴിച്ച് ബാക്കി 2 ശിഷ്ടം വരുന്നത് മുകളിൽ എഴുതി. ഓക്കെ ആണല്ലോ. ഇതും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 5 × 4 20, 20 + 2 22, 22/5 തന്നെയല്ലേ വരുന്നത്. മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ സാധാരണ ഭിന്നമാക്കിയിട്ട് സാധാരണ ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സാധാരണ ഭിന്നത്തെ മിശ്രഭിന്നമാക്കാനും മിശ്രഭിന്നം തന്നാൽ സാധാരണ ഭിന്നമാക്കാനും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മിശ്രഭിന്നങ്ങളുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ നോക്കാം. ഇവിടെ നോക്കുക, മിശ്രഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുന്നതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, 4 3/2 + 3 1/5 എങ്ങനെയാണ് ചെയ്യുക. ഇവിടെ നമ്മൾ സാധാരണ ഭിന്നമാക്കി അതിനുശേഷം ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ എളുപ്പ വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, 4 3/2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 4 + 3/2 എന്നുള്ളതാണ് കേട്ടോ. 4 + 3/2 എന്നാണ് അർത്ഥം. 3 1/5 എന്ന് പറഞ്ഞാൽ 3 + 1/5 എന്നാണ്. അതായത് മുഴുവനായിട്ട് 3 പൂർണ്ണമായിട്ടും ഉണ്ട്, പിന്നെ 5ൽ ഒരു ഭാഗവും കൂടെ ഉണ്ട്. ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പ്ലസ് എന്ന് പറയുന്നതാണ് ഈ സൈൻ. ഇവിടെ പ്ലസ് ചിഹ്നമൊന്നും ഇട്ടിട്ടില്ലെങ്കിലും പ്ലസ് ആണ് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 4 ഉണ്ട് അല്ലേ, പൂർണ്ണമായിട്ട് നിൽക്കുന്ന സംഖ്യ 4 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്.
അത് രണ്ടും തമ്മിൽ കൂട്ടുക, പൂർണ്ണസംഖ്യകൾ തമ്മിൽ കൂട്ടുക. 4ഉം 3ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 7ആണ്. ഓക്കെ, പ്ലസ് എന്ത് ചെയ്യുക? പിന്നെ 2 ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക. 3/2 പ്ലസ് 1/5. ആദ്യം നോർമൽ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 4ഉം 3ഉം കൂടെ കൂട്ടി 7 പ്ലസ് എന്ത് ചെയ്യുക? 3/2 1/5 കൂടെ കൂട്ടുക. അതിന് നമുക്ക് എഴുതാലോ 7 പ്ലസ് ഈ 3/2 പ്ലസ് 1/5 എങ്ങനെയാണ് ചെയ്യുക? ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 3 5 15 പ്ലസ് 1 2 2 ഡിവൈഡഡ് ബൈ 5 2 10. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഭിന്നസംഖ്യയുടെ ക്ലാസ് കാണാം കേട്ടോ. അപ്പോൾ 7 പ്ലസ് 15 2 എന്താണ്? 17/10. എന്താണ് ഇതിൻ്റെ അർത്ഥം? 7 പ്ലസ് 17/10 എന്ന് പറഞ്ഞാൽ 7 17/10 മിശ്രഭിന്നമായിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി. 4 3/2 പ്ലസ് 3 1/5 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്താ? 7 17/10. അപ്പോൾ എങ്ങനെയാണ് കൂട്ടിയത്? നോർമൽ സംഖ്യകൾ തമ്മിൽ കൂട്ടി, ഭിന്നസംഖ്യകൾ തമ്മിൽ സെപ്പറേറ്റ് കൂട്ടി. ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാൻ പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. 5 പ്ലസ് 8 2/3. ഇവിടെയും നമുക്ക് ഇവിടെ ഒരു നോർമൽ സംഖ്യയും പിന്നെ ഒരു മിശ്രഭിന്നമാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധാരണ സംഖ്യകൾ തമ്മിൽ ആദ്യം കൂട്ടാം. 5ഉം 8ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 13. ബാക്കി എന്താണുള്ളത്? 2/3. അപ്പോൾ 13 പ്ലസ് 2/3 എന്ന് വെച്ചാൽ എന്താണ്? 13 2/3. ഈ പ്ലസ് ചിഹ്നം ഇടേണ്ട ആവശ്യമില്ല മിശ്രഭിന്നമായിട്ട് എഴുതുമ്പോൾ. 13 2/3 എന്നുള്ളതാണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. നോർമൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ അവ തമ്മിൽ ആദ്യം കൂട്ടുക, അതിനുശേഷം ഭിന്നസംഖ്യകൾ കൂട്ടുക. ഓക്കെ, അടുത്തത് നോക്കാം. 5 3/4 പ്ലസ് 6 1/4. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നോർമൽ ആയിട്ടുള്ള സംഖ്യ 5, ഇവിടെ 6. 5ഉം 6ഉം കൂടെ കൂട്ടി എത്രയാണ്? 11 അല്ലേ? 5ഉം 6ഉം 11 ആണ്. പ്ലസ് 3/4 പ്ലസ് 1/4 എന്താണ്? ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടുക തന്നെയാണ്. പക്ഷെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇവിടെ രണ്ടിടത്തും ഛേദം തുല്യമാണ്, 4 തന്നെയാണ് അല്ലേ? ഛേദം തുല്യമായിട്ട് വന്നാൽ എന്ത് ചെയ്യണം? മുകളിലത്തെ സംഖ്യ മാത്രം കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ ഇവിടെ 11 ഉണ്ട് പ്ലസ് 3 1 കൂടെ കൂട്ടിയ 4 ഡിവൈഡഡ് ബൈ 4. ഛേദം അതുപോലെ എഴുതി മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതാം. അപ്പോൾ 11 പ്ലസ് 4/4 എന്ന് വെച്ചാൽ എന്താണ്? 11 പ്ലസ് ഏതൊരു സംഖ്യയും ആ സംഖ്യ കൊണ്ട് തന്നെ ഹരിച്ചാൽ എന്താണ് ആൻസർ വരിക? 1 ആണ് വരിക. അപ്പോൾ 11ഉം 1ഉം കൂടെ കൂട്ടി എത്രയാണ്? 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 5 3/4 പ്ലസ് 6 1/4 എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 മിശ്രഭിന്നങ്ങൾ തമ്മിൽ, എത്ര മിശ്രഭിന്നമാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മിശ്രഭിന്നങ്ങൾ തമ്മിൽ കൂട്ടുന്നത് മനസ്സിലായില്ലേ? ഇനി കുറയ്ക്കുന്നത് നോക്കാം. ഇവിടെ നോക്കുക. 8 3/2 മൈനസ് 6 1/3. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ കുറയ്ക്കലാണ് അല്ലേ? കുറയ്ക്കലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 8ഉം 6ഉം തമ്മിൽ കുറയ്ക്കുക. 8ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 2 ആണ്. 8ൽ നിന്ന് 6 പോയാൽ 2. ഇനി എന്ത് ചെയ്യുക? 3/2 പ്ലസ് 3/2 മൈനസ് 1/3 ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് പ്ലസ് ഇട്ടത് ഞാൻ? ഇവിടെ 8 3/2 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 3/2 ആണ്. 6 1/3 എന്ന് വെച്ചാൽ 6 പ്ലസ് 1/3 ആണ്. ആ പ്ലസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 8ൽ നിന്ന് 6 പോയാൽ 2 പ്ലസ് 3/2 മൈനസ് 1/3. എങ്ങനെ ചെയ്യാം? 2 ഇവിടെ എഴുതി, ഇവിടെ നമ്മൾ സാധാരണ പോലെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഭിന്നസംഖ്യകൾ നമ്മൾ കുറയ്ക്കാൻ. 3 3 9 മൈനസ് 1 2 2 ഡിവൈഡഡ് ബൈ 3 2 6. ഓക്കെ, അപ്പോൾ 2 പ്ലസ് 9ൽ നിന്ന് 2 പോയാൽ 7 ബൈ 6. അപ്പോൾ 2 പ്ലസ് 7/6 എന്ന് കിട്ടി. അതായത് എന്താണ് അർത്ഥം? 2 7/6 കിട്ടിയല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 മിശ്രഭിന്നങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നത് എങ്ങനെ തന്നെയാണ്? കൂട്ടുന്നത് പോലെ തന്നെയാണ്. സാധാരണ നോർമൽ സംഖ്യകൾ തമ്മിൽ കുറച്ചെഴുതുക, അതിനുശേഷം ഭിന്നസംഖ്യകൾ തമ്മിൽ കുറച്ചെഴുതുക. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. 8 4/6 മൈനസ് 2. ഇവിടെയും എന്താണ്? ഇവിടെ നോർമൽ സംഖ്യ 2 ഉണ്ട്, അത് തമ്മിൽ ആദ്യം കുറയ്ക്കുക. ദെൻ ബാക്കി ഒരു ഭിന്നസംഖ്യയുള്ളൂ, അപ്പോൾ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ 8ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 6 ആണ്. ബാക്കിയുള്ളത് എന്താ? 4/6. ആ 4/6 അതുപോലെ എടുത്ത് എഴുതിയാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, 8 4/6 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താണ്? 8ൽ നിന്ന് 2 കുറച്ചു 6, 4/6 അതുപോലെ എടുത്തെഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മിശ്രഭിന്നങ്ങൾ തമ്മിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് ഗുണിക്കുന്നത് ഹരിക്കുന്നത് നോക്കാം.
ഇവിടെ നോക്കുക 3 1/4 ഇൻറ്റു 4 1/2 രണ്ട് മിശ്രഭിന്നങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കുകയാണ് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? ആദ്യം നമ്മൾ ഈ മിശ്രഭിന്നത്തെ സാധാരണ ഭിന്നമാക്കി മാറ്റുക. എങ്ങനെയാണ് സാധാരണ ഭിന്നമാക്കുക? നമ്മൾ പഠിച്ചു 4 3 12 12 ഒന്നും കൂടെ കൂട്ടിയാൽ 13 ഡിവൈഡഡ് ബൈ 4 അതുപോലെ എഴുതുക. അപ്പോൾ നമ്മുടെ എന്തായി? ഇത് സാധാരണ ഭിന്നമായിട്ട് മാറി അല്ലേ? 3 4 12 1 13 ഡിവൈഡഡ് ബൈ 4 13/4 സാധാരണ ഭിന്നമായി ഇൻറ്റു 4 1/2 ഇതിനെ സാധാരണ ഭിന്നമാക്കുക. 4 2 8 8 + 1 9 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ അതിനെയും സാധാരണ ഭിന്നമാക്കി എഴുതി. ഇനി എന്ത് ചെയ്താൽ മതി? രണ്ട് സാധാരണ ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് എങ്ങനെയാണ്? മുകളിലത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് ചെയ്താൽ താഴത്തെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് ചെയ്താൽ ചെയ്യാലോ. എങ്ങനെയാണ്? 13 ഇൻറ്റു 9 13 ഇൻറ്റു 9 ചെയ്യുമ്പോൾ 3 9 27 7 2 ശിഷ്ടം 1 9 9 9 2 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 11 അപ്പോൾ 117. ഓക്കെ, ഡിവൈഡഡ് ബൈ 4 2 എത്രയാണ്? 8 117/8 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? 3 1/4 ഇൻറ്റു 4 1/2. ഇനി നമ്മുടെ ആൻസറിൽ കിടക്കുന്നത് മിശ്രഭിന്നമായിട്ടാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ ഹരിച്ച് നോക്കിയിട്ട് മിശ്രഭിന്നത്തിൻ്റെ രൂപത്തിലോട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ രണ്ട് മിശ്രഭിന്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എന്ത് ചെയ്യണം? മിശ്രഭിന്നത്തെ സാധാരണ ഭിന്നമാക്കി മാറ്റുക. എങ്ങനെയാണ് സാധാരണ ഭിന്നമാക്കുന്നതെന്ന് പഠിച്ചല്ലോ. സാധാരണ ഭിന്നമാക്കിയതിന് ശേഷം നമ്മൾ സാധാരണ ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് പോലെ തന്നെ ഗുണിച്ചെഴുതിയാൽ നമ്മുടെ ആൻസറായി. മിശ്രഭിന്നത്തിൻ്റെ രൂപത്തിലാണ് ആൻസർ കിടക്കുന്നത് എന്തെങ്കിലും എന്ത് ചെയ്യുക? ഇതിനെ ഗുണിച്ചിട്ട് മിശ്രഭിന്നമാക്കിയിട്ട് മാറ്റുക. പഠിച്ചു കഴിഞ്ഞല്ലോ അത്. ഇനി നമുക്ക് ഹരിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കുക 9 1/3 ഹരിക്കണം 3 2/5 മിശ്രഭിന്നങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ഹരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇതിനെ സാധാരണ ഭിന്നമാക്കിയിട്ട് മാറ്റുക. 9 3 എത്രയാണ്? 27 അല്ലേ? 9 3 27 27 1 28 ഡിവൈഡഡ് ബൈ താഴെ 3 അതുപോലെ എടുത്തെഴുതുക. സാധാരണ ഭിന്നമായി ഹരിക്കണം 3 2/5 5 3 15 സാധാരണ ഭിന്നമാക്കണ്ടേ? 5 3 15 15 രണ്ടും കൂടെ കൂട്ടിയാൽ 17 ഡിവൈഡഡ് ബൈ 5 അതുപോലെ എഴുതി. രണ്ടും സാധാരണ ഭിന്നമായി. അപ്പോൾ എന്തായി? രണ്ട് സാധാരണ ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതി അടുത്ത ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ 28/3 അതുപോലെ എഴുതി ഇൻറ്റു എന്തിനെയാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 17/5 എന്നുള്ളതിനെ 5/17 എന്നാക്കിയിട്ട് ഗുണിക്കുക. ഇത് ഗുണിച്ച് കിട്ടിയാൽ നമ്മുടെ എന്തായി? ആൻസറായി. അപ്പോൾ എങ്ങനെയാണ് ഗുണിക്കുന്നത്? 28 × 5 ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ മുകളിലേത്തേത് ഗുണിച്ചെഴുതാം, താഴത്തേതും ഗുണിച്ചെഴുതാം. 28 × 5 ചെയ്യണം. 8 5 എത്രയാണ്? 40 0 4 ശിഷ്ടം 2 5 10 10 4 14 140 ഡിവൈഡഡ് ബൈ 3 × 17 7 3 21 1 2 ശിഷ്ടം 1 3 3 2 ശിഷ്ടവും കൂടെ കൂട്ടുമ്പോൾ 5 51 140/51 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആൻസർ മിശ്രഭിന്നത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ സൈഡിൽ ഗുണിച്ചിട്ട് നമ്മൾ നേരത്തെ പോലെ മിശ്രഭിന്നത്തിൻ്റെ രൂപത്തിലോട്ട് മാറ്റി എഴുതുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് മിശ്രഭിന്നം എന്ന് നമ്മൾ പഠിച്ചു. ഒരു സാധാരണ ഭിന്നത്തെ മിശ്രഭിന്നമാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. മിശ്രഭിന്നം തന്നാൽ സാധാരണ ഭിന്നമാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. മിശ്രഭിന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ മിശ്രഭിന്നം എന്ന് പറയുന്ന ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.